ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ ആക്ഷൻ. ഗൈസ്, ഞങ്ങളിപ്പോ എവിടെയാണ് എന്റെ വീട്ടിലാണുള്ളത്. ഞങ്ങളിപ്പോ എക്സിബിഷന് പോകാൻ വേണ്ടി 2025 പൂരം എക്സിബിഷൻ അവിടെ തൃശ്ശൂർ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാൻ കുറച്ച് ലേറ്റ് ആയി. ഇന്ന് ശനിയാഴ്ചയാണ്, ഇന്ന് അത്യാവശ്യം തിരക്ക് അവിടെ ഉണ്ടാവും. നമ്മൾ പോവാൻ പോവാണ്. അപ്പൊ ഞങ്ങള് എന്താ കഴിക്കാൻ പോണെന്ന് അറിയോ? എല്ലാ വീഡിയോയിലും ഉണ്ടാവുന്നു. അപ്പൊ വിജി പ്രഗ്നന്റ് ആണല്ലോ. അപ്പൊ വിജിക്ക് ഇപ്പൊ പരിപ്പൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ അമ്മ അതേ പുറത്ത് പോയിട്ട് പരിപ്പോടൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, അവൾക്ക് പരിപ്പോട ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പരിപ്പോട ചായക്ക് ഇഷ്ടമായ കാരണം കൊണ്ട് അമ്മ പരിപ്പോട മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾക്കും. ഞാനിപ്പോ വീട്ടിൽ നിന്ന് വന്നുള്ളൂ. ഇപ്പൊ ആടെന്തിട്ടാന്നറിയോ ഗൈസ്, ചെറുപ്പത്തിലുണ്ടല്ലോ, എന്റെ ചേട്ടൻ മെഴുകുതിരിമേ ഒരു അടപ്പില്ലേ, പ്ലാസ്റ്റിക്കിന്റെ അടപ്പ് ഇങ്ങനെ ഉരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചെറിയ കുട്ടിയായിരിക്കുമ്പോട്ടാ പെട്ടെന്ന് ആ മെഴുകുതിരി കെട്ടി ഇരുട്ടായി. അപ്പൊ അത് എങ്ങോട്ട് എറിഞ്ഞു. അത് കറക്റ്റ് വന്നിരുന്നു പേടിയാ. ചായ കുടിക്കട്ടെ. അപ്പൊ വിജി ശിവുനൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് മീഷോന്ന്. അപ്പൊ അത് കാണിച്ചു തരാട്ടാ. അത് എന്ന് ഇടണമെന്ന് വിചാരിക്കുന്നത് അവൾക്ക് സൈസൊക്കെ കറക്റ്റ് ആവും നോക്കട്ടെ. അങ്ങനെ ഞങ്ങളിതേ ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ റെഡി ആയിട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എക്സിബിഷന് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സാറ്റർഡേ ആയിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം വീക്കെൻഡ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങളിതേ തൃശ്ശൂരെത്തി. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാൻ ഞങ്ങൾ ഏതോ അറ്റത്തൊക്കെ കൊണ്ടുപോയിട്ടാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഇവിടെ എത്തിയിട്ടാണ്. ചെറിയ ജലദോഷം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് സൗണ്ട് കൊടുക്കണേൽ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. 5 ശിവന് ടിക്കറ്റ് വേണമെന്ന്. 3 വയസ്സ് തൊട്ട് 4 വയസ്സ് തൊട്ട് 5 കുട്ടിത്തിരക്കല്ലേ ചേട്ടാ? അതിനെന്തോല ശിവു മതിയ ഇറങ്ങോ, അപ്പുറത്തൂടെ വാതില്. അങ്ങനെ ഞങ്ങളിതേ, എനിക്ക് എല്ലാത്തിലും കയറാൻ പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തീവണ്ടിയിൽ വേണമെങ്കിൽ ഞാൻ കയറാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കയറാൻ വേണ്ടി നിൽക്കാനായിട്ട്. അപ്പോൾ ഞാനും അമ്മയും ശിവും കൂടിയിട്ടാണ് കയറുന്നത്. അപ്പോൾ വിജി പ്രഗ്നൻ്റ് ആയ കാരണം കൊണ്ട് വിജി ഒന്നിലും കയറുന്നില്ല. അപ്പോൾ ഞങ്ങൾ 3 കൂടി ഇത് കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ വേറൊരു ഫാമിലിയിൽ ആ അമ്മയും ആ ചേച്ചി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആ ഉണ്ണിക്ക് കയറണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണീനെ എൻ്റെ മടിയിൽ വെച്ച് തന്നു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര സൈലൻ്റാണ്, ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. കാരണം ആ ഉണ്ണീനെ ഒറ്റയ്ക്ക് എന്തായാലും ഇരുത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മടിയിൽ വെച്ചോണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഉണ്ണീനെടുത്ത് മടിയിൽ വെച്ചു. അങ്ങനെ നമ്മളിത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ തീവണ്ടിയുടെ എന്താ പറയുക, ഹോണൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നല്ല എന്താ പറയുക, സിമ്പിളൊരു സാധനം. അമ്മയ്ക്ക് പക്ഷേ വലിയ ഇതിലൊക്കെ കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അവർ കറങ്ങണ കണ്ടപ്പോൾ അമ്മയ്ക്ക് പേടിയായിട്ട് പിന്നെ അമ്മ പറഞ്ഞു വേണ്ടാന്ന്. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇതൊക്കെ എക്സിബിഷൻ പോയപ്പോൾ വാങ്ങിയ കുറച്ച് സാധനങ്ങളാട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല, കാരണം അവിടെ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ അതാ ശിവന് ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ട് എൻ്റെ പോലത്തെ ഒരു വെള്ളം കുപ്പി ശിവന് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ വാങ്ങിയിട്ടുണ്ട്. ഇത് 150 രൂപ. അത്
കാട്ടി കൊടുത്തോടെ പോലെ അമ്മ സൈലന്റ് ആയിട്ട് എന്തോ ആലോചിച്ചിരിക്കുക. അതെന്താ ആലോചിച്ചിരിക്കുക അതല്ല. പിന്നെ നല്ല അടിപൊളി പാവാട. ഇതിന് 200 രൂപയാണ്. ടീഷർട്ട് ഇട്ടാ നല്ല ഭംഗിയുണ്ടാവും. സ്ലീവ് ആയിട്ട് ഹൈനെക്ക്. അത് ഞാൻ അതന്നെ വിചാരിച്ചേ. നല്ല രസക്ക് നല്ല ഇഷ്ടമായിരുന്നു. അത് ഞാൻ വിചാരിച്ചേ. പിന്നെ ചേട്ടനൊരു ഷർട്ട് 250 രൂപ. മറ്റേ നെറ്റിന്റെ ഇത് ട്രാൻസ്പെർ അങ്ങോട്ട് ഇങ്ങോട്ട് കാണുന്നതാണ്. അതിന് 250 രൂപ. പിന്നെ ഗ്ലാസ് ചില്ലി ഗ്ലാസ് ആണ്. അത് 4 എണ്ണത്തിന് 100 രൂപ. പക്ഷെ കുറച്ചും കൂടി നീങ്ങിപ്പോ നമ്മള് 7 എണ്ണത്തിന് 100 രൂപ കണ്ടു. 100 രൂപ. 7 എണ്ണത്തിന് കുട്ടുവിനെ പറ്റാക്ക് വരും. പിന്നെ കിങ്ങിണിക്ക് കുറച്ച് പഴയകാല മിഠായികള്, പല്ലുട്ടി, ഓരോ സ്ഥലത്ത് ഓരോന്നും പറയാ, പുളി മിഠായി, അങ്ങനത്തെ ഓരോ മിഠായികള്. ഒരുപാട് മിഠായികൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്തറ്, ഇത് വെറുതെയോ വിജി ഉപയോഗിക്കില്ല ഇപ്പൊ, മണം പറ്റില്ല. പിന്നെ അച്ഛന് 3 കാവ്യമുണ്ട് 500 രൂപ. പിന്നെ ഞാൻ നോർമലി കടയിൽ മേടിക്കണേക്കാൾ റേറ്റ് കൂടുതൽ എനിക്ക് അവിടെ തോന്നണം കേട്ടോ സാധനങ്ങൾക്കൊക്കെ. പുളിമിഠായി മറ്റേ മിഠായും കൂടി എത്രയോ 90 രൂപ നിസാരം. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള സോപ്പ്, അത് അമ്മ മേടിച്ചാ വെളിച്ചെണ്ണയിൽ നിർമ്മിച്ചതാണ്, അവരുടെ ഹാൻഡ് മെയ്ഡ് ആണ്. പിന്നെ നമ്മളുടെ കുടുംബശ്രീ സംരംഭകരുടെയാണ്. അങ്ങനത്തെ സ്മോൾ ബിസിനസ്സുകാരൊക്കെ. പിന്നെ അമ്മയ്ക്കൊരു പാവാട മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാവാട നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു പാവാട. ഇതിന് 250 രൂപ. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിയിരിക്കുന്നത്. പിന്നെ ശിവുന് മിഠായി, അത് പിന്നെ ശിവുന് ചോക്ലേറ്റ്. ഇല്ലേ കൊറേ സാധനങ്ങൾ മേടിക്കാന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പോയി ഞാൻ വെറുതെയാണ്. നമുക്ക് വീട്ടിൽ നിന്നൊക്കെ അല്ല വീടിന്റെ അടുത്തുള്ള കടകളൊക്കെ മേടിക്കാൻ നല്ലത്. അതെ, നല്ല റേറ്റ്, ഓവർ റേറ്റ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു പില്ലോ വാങ്ങിയിട്ട് എനിക്ക് ചാരിയിരിക്കാൻ വേണ്ടിട്ട്, അതിനവിടെ 150 രൂപ. ബിസ്മിയില് പോയപ്പോ 130 രൂപ. അപ്പൊ അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് റെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് അവര് റേറ്റ് കൂട്ടിയിടുന്നത്. അപ്പൊ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമുക്കൊരു ഫാമിലി ആയിട്ട് പോകുമ്പോ എൻജോയ് ചെയ്യാം. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ആലോചന. നീ വീഡിയോ നോക്കിട്ടോ. അപ്പൊ ഇത്രയുള്ള ഗൈസ്, ടാറ്റ ബൈ, സീ യു.